അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കടുത്തതാണ്. പല വിവാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു സമയം കൂടിയാണ്. ഈ വീഡിയോ ചെയ്യാനുണ്ടായ നിലവിലെ സാഹചര്യം നമ്മുടെ ഫേസ്ബുക്കിൽ സംഘടനയുടെ പേരിൽ അറിയപ്പെടുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോരും അതല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ അതാണ് ശരിയെന്ന് വരുന്ന രൂപത്തിലേക്കൊക്കെ സംസാരങ്ങൾ അധികമാവുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഗിനാലൂർ എന്ന ഐഡിയിൽ നിന്ന് വന്ന ഒരു പോസ്റ്റും അതുപോലെ സലീം വീട്ടി എന്ന ഐഡിയിൽ നിന്ന് വന്ന ഒരു വീഡിയോയും കമ്പയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. മുഹമ്മദ് ഗിനാലൂർ കിനിമാജിയുടെ വീട്ടിലോ മറ്റോ നടന്നൊരു ഫംഗ്ഷനിൽ എ.പി. ഉസ്താദും മന്ത്രി മുഹമ്മദ് റിയാസും പി.വി. അൻവറും ഇരിക്കുന്ന ഒരു ദുആ മജ്‌ലിസിൽ പങ്കെടുക്കുന്നൊരു ഫോട്ടോയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലിട്ടു. അതിൽ എ.പി. ഉസ്താദ് ദുആ ചെയ്യുന്ന സമയത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കൈപൊക്കുന്നില്ല എന്നുള്ള വിഷയം തന്നെയാണ്. സുന്നികളെ സംബന്ധിച്ച് നമുക്കറിയാം, നമുക്ക് സുന്നിസമാണ് 1, 2, 3 വലുത് എന്നുള്ളത് സത്യമാണ്. ബിദഅകൾ നമ്മൾ തോൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആദർശത്തിന്റെ ഭാഗം തന്നെയാണ്, പാർട്ടി അതോ എന്നുള്ളതല്ല. എന്നാൽ ഇന്ന് ബഹുമാന്യരായ വി.ടി. സലീം ഭായിയുടെ ഒരു പോസ്റ്റ് വീഡിയോ കാണാനിടയായി. ഇത് മത്സരിക്കുന്നത് മദ്രസ കമ്മിറ്റിക്കും പള്ളി കമ്മിറ്റിക്കും അല്ല. കാലങ്ങളായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറഞ്ഞു വരുന്നതോ അതല്ലെങ്കിൽ നമ്മുടെ നിലപാടോ എന്താണെന്ന് വെച്ചാൽ വിജയികൾ ആരാണെങ്കിലും അവരെ ബോംബെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ മദ്രസ കമ്മിറ്റി പള്ളി കമ്മിറ്റി എന്നൊന്നും നോക്കിയല്ല. അപ്പോ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് എന്റെ രാഷ്ട്രീയ നിലപാടാണ് ശരി എന്നുള്ളതിനു വേണ്ടി വാക്കുകൾ പറയുമ്പോൾ ഈ പറയപ്പെട്ടവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. സംഘടനയായ തീരുമാനം സംഘടനയുടെ ഔദ്യോഗിക ചാനലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട നമ്മുടെ കിനാലൂർ സാഹിബ് നമ്മുടെ സംഘടനയുടെ സജീവമായ നേതൃത്വ നിരയിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെതായ നിലപാടുമുണ്ടെങ്കിൽ അദ്ദേഹം അതുമായി പോകട്ടെ എന്നല്ലാതെ അത് കേൾക്കുമ്പോത്തിന് ഇത് പള്ളിയിലേക്കാണോ മദ്രസയിലേക്കാണോ മത്സരിക്കുന്നത് എന്ന രൂപത്തിലേക്ക് ഒരു സംസാരം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം നിലവിലുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഈ വഹാബികളെ തോൽപ്പിക്കണമെന്ന് പറയുന്നതിന്റെ ആകെ അർത്ഥം അത് ആദർശപരമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇടുന്ന മണ്ടത്തരങ്ങൾ ഏത് ഭാഗത്തു നിന്നായാലും ഒന്ന് ആലോചിച്ച് തന്നെ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം. ഞാൻ ഈ പറയുന്നത് കൊണ്ട് എന്റെ സംഘടനയ്ക്ക് എന്തെങ്കിലും പ്രയാസം വരുന്നുണ്ടെങ്കിൽ, സംഘടനയാണ് ഒന്നാമതായി ആര് സ്നേഹിക്കുന്നതുണ്ടെങ്കിലും അവരതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കാരണം വലിയ മീനുകളുടെ ഇടയിൽ ചെറിയ മീനുകൾക്ക് വലിയ സ്ഥാനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചെറിയ മക്കളിൽ നിന്നാണെങ്കിലും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് നാം എല്ലാവരും സൂക്ഷിക്കണമെന്ന് വളരെ വിനയത്തോടെ ഒരു സഹോദരൻ എന്നുള്ള നിലക്ക് ഒരഭിപ്രായം തുറന്നു പറയുകയാണ്. അസ്സലാമു അലൈക്കും.